വെച്ചിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബട്ടർ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നമുക്ക് ഇതിൻ്റെ പുറമേ ഉള്ള ആ ഒരു ലെയർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1-2 ടേബിൾ സ്പൂൺ തൈര്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ക്ലീൻ ചെയ്ത കൂണ് ഞാൻ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു 20 മിനിറ്റ് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കുതിർത്ത് വെക്കാം. വറുക്കാനായിട്ട് 2 ഉള്ളി, കാഷ്യൂനട്ട്, റൈസിന് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് തന്നെ ഈ മഷ്റൂമും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചതച്ചെടുക്കാനായിട്ടൊരു 10-12 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 6-7 പച്ചമുളക് ഇത്രയും വേണം. അതുപോലെ തന്നെ സവാള 2 എണ്ണം, തക്കാളി 2 എണ്ണം, ഇതൊക്കെ അരിഞ്ഞെടുക്കാം. നമ്മൾ വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ നല്ലൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കുറച്ച് ഉപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റി കിട്ടുന്നതിനായിട്ട് ഞാനത് അടച്ച് വെക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റി അതും കൂടെ ഒന്ന് നോക്കുന്നുണ്ട്. പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 3/4 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി. ഇത് നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. മസാലയിലേക്കും അതുപോലെ ചോറിലേക്കും ആവശ്യമായിട്ടുള്ള നല്ലൊരു പിടി മല്ലിയില, പുതിനയില രണ്ടും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കൈപ്പിടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, വലിയൊരു ടേബിൾ സ്പൂൺ തൈര്, അതുപോലെ തന്നെ ഒരു 7 കാഷ്യൂനട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടായിരുന്നു. അപ്പോൾ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇത് മൂന്നും കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താണിത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം, പിന്നെ മല്ലിയില, പുതിനയില, ഇത് ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാല ഒന്ന് സെറ്റാവുന്നതിനായിട്ട് അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് വെക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് അരിയിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് ചോറൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചോറൊന്ന് നിരത്തി കൊടുക്കാം. ഇത് പാലും മഞ്ഞളും കൂടെ മിക്സ് ചെയ്തതാണ്. ഇതിലേക്ക് കാഷ്യൂനട്ട്, റൈസിന്, അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, മല്ലിയില, പുതിനയില, പിന്നെ അതുപോലെ തന്നെ നെയ്യ്, ബിരിയാണി മസാലയുടെ പൊടി നമുക്ക് ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കാം. ഇത്രയും കാര്യങ്ങളും ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോറ് നമുക്ക് ഇടാം. മസാല നമുക്ക് നല്ലപോലെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ചോറിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ മസാല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂൺ കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.